ഹലോ, രാധൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കുഞ്ഞ മത്തി ഇട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് നല്ല മുളകിട്ട് മത്തിക്കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് മത്തിക്കറി. കുഞ്ഞമത്തി ആകുമ്പോൾ ഒന്നും കൂടി ഭയങ്കര ടേസ്റ്റാണ്. കാരണം നമ്മളെ പണ്ട് ഞാനൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നല്ല ചെറുതാകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇതിലും ചെറിയ മത്തിയാണ് കിട്ടിയിരുന്നു, കുഞ്ഞമത്തി. എന്നിട്ട് അതിങ്ങനെ മുളകിട്ട് വറ്റിച്ചൊരു വെക്കലുണ്ട്, നല്ല ടേസ്റ്റാണ്. അതുപോലെ നമുക്കൊന്ന് നോക്കാം. മഞ്ഞളും ഉപ്പും തേച്ച് 1 മണിക്കൂർ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. അതാ മഞ്ഞളും ഉപ്പും മാത്രമേ തേച്ച് വെച്ചിട്ടുള്ളൂ. 1 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ല മുളകിട്ട് മത്തിക്കറി ഉണ്ടാക്കാം. അപ്പോൾ മത്തി കറി വെക്കാനായിട്ട് ഇന്നൊരു ചട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചട്ടിയിൽ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മീനെല്ലാം നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കിയാൽ അതിനൊരു സ്വാദ് വേറെ തന്നെ. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. ചട്ടി ഒന്ന് നന്നായി ചൂടാവട്ടെ. ഇത് ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ വെളിച്ചെണ്ണ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ തന്നെ വേണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കാം. ചെറിയൊരു ബ്രൗൺ കളറായി വരട്ടെ ഉലുവ. ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, ഈ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി. ഇതൊന്ന് നന്നായി ഇളക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി ഏകദേശം ഒന്ന് കളറ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഉള്ളിയിട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വലിയ ഉള്ളി, ഏകദേശം മീഡിയം സൈസ് വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുഞ്ഞുള്ളി ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഉള്ളി കുറച്ച് നന്നായി ചേർക്കാം. വലിയൊരു ഉള്ളിത ചേർത്തിട്ടുണ്ട്. വലിയ ഉള്ളി ഇട്ടിട്ട് ഏകദേശം ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ചെറുതായി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട്. അത് ഓരോന്നായി എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മുളകിട്ട കറിയിൽ ഇങ്ങനെ ഓരോന്നായി ഇങ്ങനെ കിടക്കുന്നത് എടുത്ത് കഴിക്കാൻ. എനിക്ക് മുളകും ഉപ്പും എല്ലാം പിടിച്ച് നല്ല എരിവോട് കൂടി എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നന്നായി കളർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് നമുക്ക് നെടുകെ ഛേദിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 തണ്ട് കറിവേപ്പില. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതാക്കും. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയുടെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതൊന്ന് കളറ് മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു ചെറിയൊരു സ്പൂണിൽ മഞ്ഞൾപ്പൊടി. ഇത് ഇടുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് തീ സ്ലോ ആക്കി വെക്കണം കേട്ടോ, ഗ്യാസ്. അങ്ങനെ തല്ലും കരിഞ്ഞു പോകും പൊടികളൊക്കെ. ഇതാ 1 സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂണും ഒരു ശകലം കൂടി ചേർത്തിട്ട്. പിന്നെ കാശ്മീരി ചില്ലി ഇത്ര എടുത്തിട്ടുള്ളൂ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കാം.
എന്നിട്ട് വേണം ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു പ്രത്യേക ഒരു കളറ് വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കുമ്പോൾ തന്നെ മുളക് പൊടി ഇട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു പ്രത്യേക കളറാണ് കറിക്ക്. അതിന് ശേഷം ഒരു 3 തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചാൽ ചെറിയ തക്കാളി കേട്ടോ, 3 എടുത്ത്, വലുതാണ് 2 മതി. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് അതും കൂടി മിക്സായി ഇളക്കി കൊടുക്കാം. ഇനി ഈ തക്കാളി എല്ലാം ഒന്ന് വെന്തുടയണം. അതിന് ശേഷം നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി വെന്ത് ഉടയട്ടെ. അപ്പോൾ അതാ തക്കാളിയെല്ലാം നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. തക്കാളിയിലുള്ള വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇതിലേക്ക് ലേശം പുളിവെള്ളം, പിഴുപുളിയാണ് എടുത്തിട്ടുള്ളത്, അത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം അത്ര ഒഴിക്കാം കേട്ടോ. അത്രയും ഒഴിച്ചിട്ടുണ്ട്. ഇനി തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ആവശ്യമാണ്, ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ അത്ര കൂടുതലൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതി. ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ലൂസായി പോകും കറി. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവട്ടെ. വെള്ളം, തക്കാളി, ഉള്ളി എല്ലാം കൂടി ഒന്ന് വെന്ത് ഉടയട്ടെ. അതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ മറന്നു, ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി. ആദ്യം ലേശം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെച്ചതാണത്. അപ്പോൾ അത് നോക്കിയിട്ട് അനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 2 കുഞ്ഞ് സ്പൂണാണ് ഉപ്പിട്ടിട്ടുള്ളത്. ഇനി അതിന് ശേഷം നോക്കിയതിന് ശേഷം നമുക്ക് പിന്നെ ഉപ്പിടാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ശരി, തിളച്ച് വന്നിട്ടുണ്ട്. മീനിട്ടിട്ടില്ല. നമുക്ക് നോക്കാം. ഉള്ളിയും തക്കാളിയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. കുഞ്ഞമ്മത്തി, ഇതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് തിക്കായിട്ടുണ്ടായിരിക്കും. കുറച്ചേ ചേർത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വേവട്ടെ. കുറച്ച് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതെന്നറിയോ, ഇതിട്ട് നമ്മൾ സ്പൂണെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മത്തി ഉടയാൻ സാധ്യതയുണ്ട്. നന്നായി ചുറ്റിച്ചിട്ട് വെച്ച് ഒന്നും കൂടി മൂടി വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റും കൂടി വേവിക്കാം. ഇത് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം വറ്റി നന്നായിട്ട് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. നല്ല കട്ട മീനൊന്നും ഉടഞ്ഞിട്ടില്ല. എല്ലാം നല്ല ഇത്രയും മതി. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില. ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടും തിളയ്ക്കുന്നത് ചട്ടിയുടെ ചൂട് കിട്ടോ, അതുകൊണ്ടാണ്. ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കും. ഇത്രയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കും. ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ച് അടയിരിക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാട്ടോ, പണ്ടത്തെ ഒരു ടേസ്റ്റ് ഉണ്ടോ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ്. നല്ല ചാറൊക്കെ ഇങ്ങനെ നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതെല്ലാം ചെയ്യണം കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ നല്ല ടേസ്റ്റിയാണ്.